എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോമേഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. മുംബൈയിലാണുള്ളത്. ഏറ്റവും പുതിയ പഞ്ച് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആ വാഹനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പഞ്ച് നമുക്കറിയാം 2019 ആദ്യമായിട്ട് വരുന്നത്. പഞ്ച് വരുമ്പം തന്നെ ഒരുപാട് റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് വന്ന ഒരു വാഹനമാണ്. പ്രത്യേകിച്ച് നമുക്ക് ടാറ്റയുടെ വാഹനങ്ങളുടെ സേഫ്റ്റി റേറ്റിംഗിൽ ഏറ്റവും ടോപ്പ് റേറ്റിംഗ് കിട്ടിയ വാഹനങ്ങൾക്കറിയാം. അതേ പട്ടികയിലേക്ക് തന്നെ 5 സ്റ്റാർ റേറ്റിംഗോടെ വന്നിരിക്കുകയാണ്. അതായത് ഇതൊരു സബ് കോമ്പാക്റ്റ് ആയിട്ടുള്ള SUV ആയിട്ടാണ് പറയുന്നത്. അപ്പം കോമ്പാക്റ്റ് എന്ന് പറയുമ്പോഴത്തേന് മറ്റുള്ള സൗകര്യങ്ങൾ വെട്ടിച്ചുരുക്കുകയല്ല, പക്ഷേ എല്ലാം കൂട്ടുകയാണെന്ന് ടാറ്റ അവരുടെ ഒരു ആപ്തവാക്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ പ്രധാനമായിട്ട് എന്തൊക്കെ മാറ്റങ്ങളായിട്ട് ആണ് ഈ വാഹനങ്ങൾ വന്നതെന്നാണ് നമ്മൾ നോക്കാനായിട്ട് നമുക്ക് പോകുന്നത്. ഇനീഷ്യലി പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പുതിയൊരു എഞ്ചിൻ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതൊരു 1.2 ലിറ്ററിൻ്റെ ഒരു ടർബോ ചാർജ്ഡ് ആയിട്ട് വരുന്ന ഒരു പെട്രോൾ എഞ്ചിനാണ് വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിനകത്ത് SUVയിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു SUVക്കകത്ത് CNG വരുന്നു. ആ CNGക്കകത്ത് ഒരു ഓട്ടോമാറ്റിക് ഉണ്ട്. അത് പഞ്ചിലാണ് വന്നിരിക്കുന്നത്. മുന്നിലെ ചരിത്രം നോക്കിയാലും ആദ്യമായിട്ട് ഒരു CNG വാഹനങ്ങൾക്കകത്ത് ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ടിയാഗോയിലാണ്. ഇന്ത്യയിലെ ഫസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഓട്ടോമാറ്റിക് ആയിട്ടുള്ള CNG കാറായിട്ടാണ് അറിയപ്പെടുന്നത്. ഇത് രണ്ടാമത്തെ SUV ആയിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും വ്യത്യാസങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ നമുക്കറിയാം ഒരു ഫേസ് ലിഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ കോസ്മെറ്റിക്കലി വരുന്ന ചേഞ്ചസും അല്ലെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ്സിൽ വരുന്ന ചേഞ്ചസും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് പ്രധാനമായിട്ടും പെട്ടെന്ന് നമുക്ക് കളറാണ് വരുന്നത്. റെഡ് കളറാണ് വന്നിരിക്കുന്നത്. 4 പുതിയ കളേഴ്സ് പുതുതായിട്ട് പഞ്ചിൽ ആഡ് ആയിട്ടുണ്ട്. അതിലൊരു കളറാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഡ്യുവൽ ടോൺ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നോക്കി കാണുമെന്ന് അറിയത്തില്ല, ഒരു വൈറ്റ് ഡ്യുവൽ ടോൺ ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. കിഡിലാണ് കേട്ടോ. റെഡ് കളറും വൈറ്റിൻ്റെ ഒരു കോമ്പിനേഷനിലുള്ള ഒരു വാഹനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ. സ്മാർട്ട്, പ്യുവർ, അഡ്വഞ്ചർ, അക്കംപ്ലിഷ്ഡ് ഇങ്ങനെയുള്ള ഒരു 4 മെയിനായിട്ടുള്ള ഓപ്ഷൻസിലാണ്. അതിൻ്റെ സബ് ഓപ്ഷൻസും വേറെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലാണ് നമുക്ക് ഇത് കിട്ടുന്നത്. അപ്പം നമുക്ക് ഈ ഒരു വാഹനത്തിന് ട്രാൻസ്മിഷൻസ് ആണെങ്കിലും നമുക്ക് ഓട്ടോമാറ്റിക്കലി അതുപോലെ തന്നെ മാനുവലി നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി ഡിസൈനും സ്റ്റൈലിങ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ഇതിനകത്ത് കുറേ ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡായിട്ട് വന്നിട്ടുള്ളതാണ്. അതിനകത്ത് നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ TPMS നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് വന്നിട്ടുണ്ട്. കീലെസ് എൻട്രി സ്റ്റാൻഡേർഡായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഇതൊക്കെ സ്റ്റാൻഡേർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡായിട്ട് വന്നിട്ടുണ്ട്. ഏറ്റവും എന്നെ അട്രാക്ട് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ സേഫ്റ്റി തന്നെയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സിയാറയുടെ വീഡിയോ ചെയ്ത സമയത്ത് 2 സിയാറ ഒരുമിച്ച് കൂട്ടി ഇടിപ്പിക്കുകയും അതിൻ്റെ ടെസ്റ്റ് റേറ്റിംഗ് കാണിക്കുകയും ചെയ്തതാണ്. അതുപോലെ തന്നെ റിയൽ ആയിട്ടുള്ള ലൈഫിലെ കണ്ടീഷൻസ് മാച്ച് ചെയ്യാൻ വേണ്ടി പഞ്ച് കൂട്ടിയിടിപ്പിച്ചത് ഒരു ലോറിയായിട്ട് കൂട്ടിയിടിച്ചിട്ടും സെൽ ഇൻടാക്റ്റ് ആയിരുന്നു. എന്നിട്ട് പോലും അത് 50 കിലോമീറ്ററിലാണ് കൂട്ടിയിടിക്കുന്നത്. എന്നിട്ട് പോലും വാഹനത്തിന് ഒരു 5 സ്റ്റാർ സേഫ്റ്റി കിട്ടാൻ പാകത്തിലുള്ള ഒരു ബോഡി സ്ട്രക്ചറാണ് ഈ വാഹനത്തിനകത്ത് ഉള്ളതെന്നുള്ളതാണ്. അപ്പോൾ അത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഡിസൈനിലേക്ക് വരാം. ഈ വാഹനത്തിലേക്ക് വരുന്ന സമയത്തേക്ക് ഇതൊരു ടോപ്പ് എൻഡ് വാഹനമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഗ്ലാസ്സിലേക്ക് വരുവാണെങ്കിൽ റെയിൻ സെൻസിങ് ആയിട്ടുള്ള ബൈപ്പേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേനാണ് കാര്യമായിട്ടുള്ള വ്യത്യാസം. ഇപ്പോൾ ഇത് കർവാണോ അല്ലെങ്കിൽ ദൂരക്കാഴ്ചയിൽ ഇത് നെക്സോൺ ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത പാകത്തിലേക്ക് വാഹനങ്ങൾ മാറിയിട്ടുണ്ട്. അതായത് ഒരേ ഫ്രണ്ട് ഫേസുകൾ ഇവരുടെ എല്ലാ വാഹനങ്ങൾക്കും ഏകദേശം ഒരേപോലെ വന്നിട്ടുണ്ട്. അതായത് സഫാരി എടുത്താലും ഹാരിയർ എടുത്താലും എല്ലാത്തിനും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു ഫേസാണ് വന്നിരിക്കുന്നത്. ലൈറ്റ്സിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ DRLസിൻ്റെ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ. ഈ ലൈറ്റ്സ് കണ്ടോ, അടിപൊളിയായിട്ടുള്ള LED ലൈറ്റ്സ് ആണ്. ഈ ലൈറ്റ്സിൻ്റെ പ്രത്യേകത പറയാം, ബേസ് വേരിയൻ്റ് മുതൽ ഈ ലൈറ്റ്സ് LED ആയിട്ട് അവൈലബിൾ ആയിട്ട് കിട്ടുമെന്നുള്ളതാണ്. ടാറ്റയുടെ ലോഗോ നമുക്ക് കാണാം. ഇവിടെ നമുക്കൊരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു ബുൾഗാർഡായിട്ട് വരുന്ന ഒരു ബമ്പർ ഏരിയയും കൂടെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഡാമിൻ്റെ പോർഷൻസ് നമുക്ക് കാണാം. 360 ഡിഗ്രിയുടെ ക്യാമറയും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെടിക്കെട്ട് ലുക്കായിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി നമുക്ക് സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുന്ന സമയത്തേക്കുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മൾ അലോയ്സിലേക്കൊക്കെയാണ് വരുന്നത്. അലോയ്സിലേക്ക് വരുമ്പോൾ മനോഹരമായിട്ടുള്ള അലോയ്സാണ് കൊടുത്തിരിക്കുന്നത്. ലൈക്ക് ഇതിനൊരു ട്രെയിൽ അലോയ്സ് എന്നാണ് പറയുന്നത്. അതുപോലെ നമുക്ക് ടയർ സൈസിലേക്ക് വരുമ്പോൾ 16 ഇഞ്ചാണ് വരുന്നത്. ഫ്രണ്ടിലെ ഡിസ്ക് ബ്രേക്കുകളും ബാക്കിലെ ഡ്രം ബ്രേക്സുമാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വീലാർക്കുകളൊക്കെ മനോഹരമായിട്ടുള്ള വീലാർക്കുകളും കാര്യങ്ങളൊക്കെ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഓവർവ്യൂ നമുക്കിവിടെ കാണാം. അതിനകത്ത് 360 ഡിഗ്രിയുടെ ക്യാമറയുണ്ട്. ഇൻറ്റഗ്രേറ്റഡ് മിറേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. A പില്ലർ വലിയ ഗ്ലാസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. B പില്ലർ ആണെങ്കിലും വലിയ ഗ്ലാസ് ഏരിയ അവിടെ കൊടുത്തിരിക്കുന്നതാണ്. മുകളിലൊരു റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഫംഗ്ഷണൽ ആയിട്ടുള്ള റൂഫ് റെയിൽ ആണെന്ന് തോന്നുന്നില്ല. ലൈക്ക് ഇതൊരു എന്നാലും ആ ഒരു വൈറ്റ് കളേഴ്സിൽ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഡോർ ഹാൻഡിൽസ് ഒക്കെ ആണെങ്കിലും ബോഡി കളറാണ്. ഭയങ്കര വീതിയേറിയ ഒരു എലമെൻറ്റ്, നമുക്കൊരു ഡിസൈൻ എലമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ബാക്കിലേക്ക് വരുന്ന സമയത്തേക്ക് 37 ലിറ്ററിൻ്റെ പെട്രോൾ ടാങ്ക് നമുക്ക് കാണാൻ. നമുക്ക് പെട്രോൾ ഓപ്ഷൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. എഞ്ചിൻ ഓപ്ഷൻസ് പറയുന്ന സമയത്ത് അതിനെക്കുറിച്ച് സംസാരിക്കാം. ബാക്ക് ടയർ നമുക്ക് കാണാനായിട്ട് നമുക്ക് പറ്റും. ഇനി പുറയിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് നമ്മുടെ കണ്ണിലേക്ക് വരുന്ന പറഞ്ഞാൽ കണക്റ്റഡ് ആയിട്ട് വരുന്ന DRLs തന്നെയാണ് വരുന്നത്. LED ആയിട്ടാണ് വരുന്നത്. നമുക്ക് മുകളിൽ നിന്ന് പറയുകയാണെങ്കിൽ ഒരു ഷാർഫിനായിനെ നമുക്കവിടെ കാണാൻ നമുക്ക് സാധിക്കും. അതുപോലെ ഇൻറ്റഗ്രേറ്റഡ് ഒരു സ്പോയിലറുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്ക് ടാറ്റയുടെ ലോഗോ നമുക്ക് കാണാം. താഴെ പഞ്ച് എന്നുള്ളൊരു റൈറ്റിംഗ് ഉണ്ട്. അതുപോലെ നമുക്കിവിടെ റിവേഴ്സ് എടുക്കുമ്പോഴുള്ള സെൻസേഴ്സും അതുപോലെ അലുമിനിയം ഫിനിഷിങ്ങിലുള്ള ഒരു
ബമ്പർ ഏരിയ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ബാക്കിൽ നിന്നുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫ്രണ്ടും ബാക്കും നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അകത്തെ കാഴ്ചകൾ കാണാം. വാഹനത്തിൻ്റെ ഡയമെൻഷൻസിന് വലിയ ചേഞ്ച് ഒന്നും പറ്റില്ല, പക്ഷേ 49 മില്ലിമീറ്റർ വാഹനത്തിന് ഒരു ചെറിയ നീളം കൂടിയിട്ടുണ്ട്. അതുപോലെ 193 മില്ലിമീറ്ററാണ് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഡോർ പാനലിലേക്ക് അവിടെ നിന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഡോർ പാനലിലേക്ക് വരുമ്പോൾ നമുക്ക് 2 കളേഴ്സിലുള്ള ട്രീറ്റ്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഓഫ് വൈറ്റ് കളറും അതുപോലെ ബാക്കി ഒരു ബ്ലാക്ക് കളറുമാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കൺട്രോൾസ് ഇവിടെ നമുക്ക് കാണാം. അതിനകത്തൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളില്ല, അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. 4 സ്പീക്കേഴ്സും 4 ട്യൂട്ടേഴ്സും വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല പുതിയതായിട്ടുള്ള ഒരു ഫാബ്രിക് സീറ്റുകളാണ്. സീറ്റുകൾ കുറച്ചുകൂടെ ചങ്കി ബോൾഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ കുറച്ചുകൂടെ കണ്ടെയ്ൻ ചെയ്ത് കൊണ്ടുവന്ന തരത്തിലുള്ള വീതിയേറിയ നല്ല സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. എക്സ്ട്രാ ആയിട്ടുള്ള തൈ സപ്പോർട്ടുകളും വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. മാനുവലായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. ഹൈറ്റൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സീറ്റ്സും കാര്യം കൊടുത്തിരിക്കുന്നത്. സീറ്റ്സിൻ്റെ കാര്യത്തിൽ എന്താണെങ്കിലും കിടിലാണ്. ഒന്ന് കയറി ഇരുന്ന് നമുക്ക് നോക്കാം. കയറി ഇരിക്കുന്ന സമയത്ത് നല്ല അടിപൊളി സീറ്റ്സാണ് കേട്ടോ, വെറുതെ പറഞ്ഞല്ല, നല്ല രസമുണ്ട് സീറ്റ്. അത്യാവശ്യം നമുക്ക് ഇപ്പോൾ എൻ്റെ സൈസൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ വളരെ അടിപൊളിയായിട്ട് ഇരിക്കേണ്ടി വരും. ഒരുപാട് വീതി കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയ പഞ്ചിലേക്ക് വരുമ്പോൾ ഉള്ള സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത് 2 സ്പോക്കായിട്ട് വരുന്ന ഡിജിറ്റലായിട്ട് വരുന്ന സ്റ്റിയറിംഗ് വീലാണ്. നമ്മളെല്ലാ ടാറ്റ വാഹനങ്ങളും കാണുന്ന അതേ സ്റ്റിയറിംഗ് വീലാണ് കേട്ടോ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. ഇതിൽ AMD ആയതുകൊണ്ട് പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് മാത്രമാണ്. പിന്നെ ഇത് നമുക്ക് സ്ക്രീനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇൻഫർടൈൻമെൻറ്റ്സിലേക്ക് വരുവാണെങ്കിൽ 10.2 ഇഞ്ചിൻ്റെ വലുപ്പമുള്ള സ്ക്രീനാണ് വന്നിരിക്കുന്നത്. IR കണക്ടിവിറ്റി ഉണ്ട്, 50ലധികം ഫീച്ചേഴ്സ് കാണുന്നുണ്ട്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഇതെല്ലാം കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. AC വെൻറ്റുകൾ നമുക്കിവിടെ കാണാനായിട്ട് വരും. പിന്നെ ഇതിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് 7 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീൻ നമുക്ക് ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ആയിട്ട് ഒരു ഇൻസ്ട്രുമെൻറ്റ് പാനലായിട്ട് നമുക്ക് കാണാനായിട്ട് വരും. പക്ഷേ തീമൊക്കെ നല്ല കേട്ടോ, ബ്ലൂ കളറുള്ള ഒരു തീമിലൊക്കെയാണ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നതൊക്കെ. അതിനകത്തൊക്കെ ITPMS ഒക്കെ ഇതിനകത്ത് സ്റ്റാൻഡേർഡായിട്ട് എല്ലാ വേരിയൻസിലും വരുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അതുപോലെ ഫിജിറ്റലായിട്ട് വരുന്ന സ്വിച്ചുകളാണ്, ഫിസിക്കൽ പ്ലസ് ഡിജിറ്റലാണ് വരുന്നത്. അതും നമ്മൾ ഈ വാഹനങ്ങളിനകത്ത് കണ്ടുവരുന്നതാണ്. 12 വോൾട്ടിൻ്റെ ഒരു ചാർജർ നമുക്കവിടെ കാണാം, 65 വാട്ടിൻ്റെ ഒരു ചാർജറും USB ഇൻപുട്ടും നമുക്കവിടെ കാണാൻ നമുക്ക് സാധിക്കും. അതുപോലെ നമുക്കിവിടെ ഒരു വയർലെസ് ചാർജിങ് ഓപ്ഷൻ ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്മിഷനിലേക്ക് വരുമ്പോൾ 6 സ്പീഡ് മാനുവൽ അതുപോലെ 6 സ്പീഡ് 80 ഇങ്ങനെയുള്ള ട്രാൻസ്മിഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഈ ഒരു വശത്തേക്ക് വരുവാണെങ്കിൽ കപ്പ് ഹോൾഡറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇവിടെ ഒരു ആം റെസ്റ്റും വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു വശത്തേക്ക് വരുവാണെങ്കിൽ അവിടെ നമുക്ക് ഗ്ലൗ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഡീപ്പറായിട്ടുള്ള വലിയ ഗ്ലൗ ബോക്സ് ആണ്, പക്ഷേ ഇച്ചിരി ഹാർഡ് പ്ലാസ്റ്റിക് ആയിട്ടാണ് വരുന്നത്. ഇനി നമ്മൾ റൂഫിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് ഇവിടെ ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വരുന്ന IRV നമുക്ക് കാണാനായിട്ട് പറ്റും. അതൊരു പ്രത്യേകത. സാധാരണ നമുക്ക് ഇങ്ങനെ ചെറിയ കാറുകളിലൊന്നും അങ്ങനെ കാണാനില്ല, മാനുവൽ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ഒട്ടുമിക്കൽ വാഹനങ്ങളും കാണുന്നത്. പക്ഷേ ഇതിനകത്ത് അങ്ങനെ സംവിധാനം കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ 2 വശത്തേക്ക് നമുക്ക് സൺവൈസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു വശത്ത് നമുക്ക് വാനിറ്റി മിറർ ഉണ്ട്, ഇവിടെ വാനിറ്റി മിറർ കൊടുത്തിട്ടില്ല. വലിയ ലൈറ്റ്സ്, റീഡിംഗ് ലാംപ്സ് വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. LED ആയിട്ടാണ് വരുന്നത്. 2 സ്വിച്ചസ് അഡീഷണലി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് എമർജൻസി ആയിട്ട് നമുക്ക് SOSൻ്റെ സ്വിച്ചസാണ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തെങ്കിലും അപകടമൊക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സപ്പോർട്ട് എടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. എയർ ബാഗിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. അത് പാസഞ്ചറിൻ്റെ ഇതിൻ്റെ ഓൺ ആണോ ഓഫ് ആണോ എന്ന് അറിയുന്ന സിഗ്നലാണ്. അതുപോലെ നമുക്കിവിടെ ഒരു ചെറുതൊന്നാണെങ്കിലും ഒരു സൺറൂഫ് അവർ കൊടുത്തിട്ടുണ്ട്, മാന്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫ്രണ്ട് റോയുടെ കാഴ്ച എന്ന് പറയുന്നത്. നമുക്കിനി സെക്കൻഡ് റോയിലേക്ക് പോകാം. സാധാരണ കൊച്ചു കാറുകളുടെയൊക്കെ ബാക്ക് സീറ്റിലേക്ക് വരുന്ന സമയത്ത് കഷ്ടപ്പെട്ട് ഞെരുങ്ങിയൊക്കെ ഇരിക്കേണ്ടി വരും. പക്ഷേ ഇതിനൊരു സീറ്റിങ്ങിൻ്റെ പൊസിഷൻ ആണെങ്കിലും കൊള്ളാം. തൈ സപ്പോർട്ട്സും ഉണ്ട്, എക്സ്റ്റൻഡ് ആയിട്ടുള്ള തൈ സപ്പോർട്ട്സ് ആണ് കേട്ടോ. നമ്മൾ സാധാരണ കൊച്ചു കാറുകൾക്കൊന്നും തൈ സപ്പോർട്ട്സ് ഉണ്ടായില്ല, ഇരിക്കാനുള്ളൊരു സംവിധാനം എന്നുള്ളതല്ലാതെ നമ്മുടെ ഒരു സപ്പോർട്ട്സ് ഒന്നും കറക്റ്റായിട്ട് കിട്ടില്ല. പക്ഷേ ഈ സീറ്റ്സിന് അത്യാവശ്യം വീതിയുണ്ട്, അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്, നല്ല കുഷൻസുമാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 2 ഹെഡ് റെസ്റ്റുകളാണ് പ്രധാനമായിട്ട് വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ 2 പേരായിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സുഖകരമായിട്ട് കൈ വെച്ചിട്ട് പോകേണ്ട ഒരു ആം റെസ്റ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി ഇരിക്കുന്നവർ ഇനി ചൂടെടുത്ത് ചാവേണ്ട, കാരണം AC ഒരു കൺട്രോളും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഫാനൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫോണും ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ബാക്ക് റോ ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഈ ഹെഡ് റൂമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു സ്കൂപ്പി ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല ഹെഡ് റൂം ഉണ്ട് കേട്ടോ. ഞാൻ ആറടി താഴെയുള്ളൊരു മനുഷ്യനാണ്. ലൈക്ക് ഇവിടെ 6 അടി ഉള്ള ഒരാൾക്കാർക്കും ജസ്റ്റ് നമുക്ക് തല ഏകദേശം റൂഫിൻ്റെ മണ്ട വരെ എത്തുന്നത്, അതായത് നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ആ ഒരു സംവിധാനം കൊടുത്തിരിക്കുന്നത്. നമുക്കിനി എഞ്ചിൻ സൈഡ് ഒന്ന് നോക്കാം. പഞ്ചിന് 3 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് ടാറ്റ കൊടുത്തിരിക്കുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന 1.2 ലിറ്ററിൻ്റെ ടർബോ പെട്രോളായിട്ട് വരുന്ന എഞ്ചിനാണ്. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്. കാരണം വെച്ചാൽ 120 PS 170 Nm ടോർക്കും ആവാനും ഡെലിവറി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനി നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനിലേക്ക് വരുമ്പോൾ റിവോട്ടർ എഞ്ചിനാണ് വരുന്നത്. അതിലേക്ക് വരുമ്പോൾ 118 PS 115 Nm ടോർക്കാണ് വാഹനം ഡെലിവറി ചെയ്യുന്നത്. നമുക്കിതൊരു CNG ഓപ്ഷൻ ഈ വാഹനത്തിലുണ്ട്, അല്ലെങ്കിൽ ഫ്യൂവലായിട്ട് വരുമ്പോൾ നമുക്ക് CNG ഓപ്ഷൻ ഉണ്ട്. പിന്നെ എഞ്ചിൻ ഓപ്ഷൻസിലേക്ക് വരുന്ന സമയത്തേക്ക് ടർബോയിലേക്ക് വരുന്ന സമയത്ത് മാനുവൽ മാത്രമേ ഉള്ളൂ. ബാക്കി CNGയിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു SUVക്കകത്ത് CNG വന്നിട്ട് അതിനകത്ത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്ന ടാറ്റയുടെ വണ്ടികളിലാണ്. അതുപോലെ തന്നെ നമുക്കൊരു 6 സ്പീഡ് മാനുവലും ട്രാൻസ്മിഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ പുതിയ എഞ്ചിൻ്റെ മൈലേജും കാര്യങ്ങളൊന്നും അറിയില്ല. പഞ്ച് പക്ഷേ ബേസിക്കലി നല്ല മൈലേജ് ഉള്ളൊരു വാഹനം, നിങ്ങളെല്ലാവരും ഓടിക്കുന്നൊരു വാഹനമാണ്. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാണ്ട് പറ്റുന്ന. വില എന്ന് പറയുന്നത് 5.59 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പല വേരിയൻസിനും പല വിലയാണ്. അടുത്ത ദിവസങ്ങളായിട്ട് വിലകളൊക്കെ പറയാവുന്നതാണ്. അപ്പം
കുറച്ചും കൂടെ നമുക്കൊരു ഡ്രൈവ് വീഡിയോ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വരുന്ന സമയത്ത് കുറച്ചും കൂടെ കൂടുതൽ ഡീറ്റെയിൽസ് പറയും. ഇതിപ്പം ലോഞ്ചിന് വന്നപ്പോൾ നിങ്ങൾ ഈ വാഹനം കാണിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തെക്കുറിച്ചുള്ള പുതിയ ഡിസൈനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി എഴുതാം. പുതിയൊരു വീഡിയോ കണ്ടുമുട്ടാം. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഫ്രം റോബ് മൈ ഷോ.